ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാച്ചിൽ പുഴുക്ക് തയ്യാറാക്കാം. കാച്ചിലും ചേമ്പ് ഇതൊക്കെ വിളഞ്ഞ് മൂത്ത് വരുന്ന ഒരു സമയമാണ് ഡിസംബർ ജനുവരി എന്ന് പറയുന്ന ആ സമയം മാസങ്ങളൊക്കെ. അപ്പോൾ നമുക്കിന്ന് കാച്ചിൽ പുഴുക്ക് ഉണ്ടാക്കാം. ഇതാണ് കാച്ചിൽ എന്ന് പറയണത്. പിന്നെ വേണ്ടത് വൻപയറാണ്. ഇത് കുതിർത്തി എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കഴുകി കുതിർത്തി എടുത്തേക്കണ വൻപയറാണ്. പിന്നെ ഒരു മുറി തേങ്ങ നമുക്ക് കുറച്ച് അരച്ചെടുക്കുകയും വേണം. അവസാനം താളിക്കുന്ന സമയത്ത് കുറച്ച് വറുത്തിടുകയും വേണം. എന്നാൽ നമുക്ക് ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം, ഈ ചേമ്പും കാച്ചിലും ഒക്കെ ഒന്ന്. ഇനി ഈ പുഴുക്കിലേക്ക് വേണ്ട മറ്റൊന്നെന്ന് പറയുന്നത് ഇതാണ്. ഇത് ചേമ്പാണ്, വലിയ ചേമ്പ് എന്ന് പറയാം. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ടെന്നുള്ളൂ. കാച്ചിൽ പുഴുക്ക് തയ്യാറാക്കുമ്പോൾ കാച്ചിൽ മാത്രം ഇട്ടിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ചേമ്പ് ഇടാം. കപ്പ ഇതെല്ലാം ഈ പുഴുക്കിൻ്റെ കൂടെ ഇട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ കാച്ചിലിൽ ഇതിപ്പോൾ ചെറുതാണ്. വലിയ കാച്ചിലുകളൊക്കെ ഉണ്ടാവും. അത് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വരണ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടതിൽ ഒരു കട പറിച്ചപ്പോൾ ഇതുപോലുള്ള 2 ചെറിയ കാച്ചിലുകളാണ് എനിക്ക് കിട്ടിയത്. ഇതിന് കണ്ടിച്ചേമ്പ് എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത്. മറ്റുള്ളിടത്ത് എങ്ങനെയാണ് പറയണതെന്ന് അറിയില്ല. വലിയ ചേമ്പായിരിക്കും. നമുക്ക് ആദ്യം ഈ പയറിനെ കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഞാൻ ഇന്നും ബയോഗ്യാസിലാണ് എല്ലാം ചെയ്യണത്. പയർ വേവണ സമയം കൊണ്ട് നമുക്ക് ഈ കാച്ചിൽ നന്നാക്കി എടുക്കാം. കാച്ചിലിൻ്റെ തൊണ്ട് കളഞ്ഞ കാച്ചിലും ചേമ്പും നന്നാക്കി എടുക്കാം. ഞാൻ ഇതിൽ ഒരെണ്ണം മാത്രമേ എടുക്കണുള്ളൂ. ഇത് കാച്ചിലിൻ്റെ അടുത്ത വർഷത്തേക്ക് നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗം ആദ്യം ഒന്ന് ചെത്തി മാറ്റാം. ഇതിന് ഇവിടങ്ങളിലൊക്കെ പറയണത് കാച്ചിലിൻ്റെ മൂക്ക് എന്നാണ് പറയണത്. മറ്റുള്ളിടത്തൊക്കെ എന്താണെന്നറിയില്ല. ഈ ഭാഗം ചെത്തി മാറ്റി വയ്ക്കും. കുറച്ച് വലിയ പീസായിട്ടാണ് നടാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പകുതിയോളം വരുന്ന ഭാഗം എടുത്ത് മാറ്റി വയ്ക്കും. കാച്ചിലിൻ്റെ ഈ രണ്ട് തരം തൊണ്ടുകളുണ്ട്, കപ്പയുടെയൊക്കെ കൂട്ട് തന്നെ. അപ്പോൾ ആ 2 തൊണ്ടും നല്ലതുപോലെ ചെത്തി കളയണം, ഇല്ലെങ്കിൽ ഒരു പുറം വശം നല്ല മുരമുരാന്നിരിക്കും. നമ്മുടെ പയറിന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കട്ടെ. പയർ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 2-3 വിസിലൊക്കെ വന്നാൽ മതിയാവും. വൻപയറായതുകൊണ്ട് പെട്ടെന്ന് വേവൂലോ. ഇത് വെള്ളക്കാച്ചിലാണ്. കാച്ചിലിന് ചുവന്ന തരം കാച്ചിലും ഉണ്ട്. അപ്പം നേരത്താണെങ്കിൽ ചുവന്ന തരം കാച്ചിലാണെങ്കിൽ ഇതൊക്കെ ചെറുതായിട്ടൊരു റോസ് നിറത്തിലായിട്ടിരിക്കും. ഇത് വെള്ളക്കാച്ചിലായതുകൊണ്ട് നല്ല വെളുത്ത് തന്നെ ആണ് ഇരിക്കുന്നത്. ഈ കാച്ചിലെന്ന് പറയണത് നല്ല പോഷകഗുണമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. ഇതൊരു പുഴുക്കൊക്കെ ഉണ്ടാക്കി വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല പുഴുക്കുണ്ടാക്കണമെന്നില്ല, വെറുതെ പുഴുങ്ങിയായാലും കഴിക്കാവുന്ന ഒന്നാണ് കാച്ചിൽ. വൈകുന്നേരങ്ങളിലൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഴുക്ക് ആണ് കാച്ചിൽ പുഴുക്കൊക്കെ. ഇത്രയുള്ള കഷ്ണങ്ങളായിട്ട് ഇത്തിരി വലിയൊരു കഷ്ണമായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് ഉടയും. അതുകൊണ്ട് ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കി വേണം നുറുക്കിയെടുക്കാനായിട്ട്. കാച്ചിലിൻ്റെ എല്ലാം നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. പുഴുക്കുണ്ടാക്കുമ്പോൾ കാച്ചിലും പയറും മാത്രം ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ചേമ്പ് ഇട്ടാൽ മതിയാകും. ഇനി ചേമ്പ് ഇതൊക്കെ ഇടണില്ല. ഇതിൻ്റെ ഒരു പകുതി കഷ്ണം മാത്രമേ എടുക്കണുള്ളൂ. അത് ഇതിൻ്റെ അളവൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിക്കണതിൻ്റെയും വീട്ടിലെത്ര പേരൊക്കെ ഉണ്ട് കഴിക്കാൻ ഉള്ളതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അതിലൊക്കെ മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ ചേമ്പ് എടുക്കണുള്ളൂ. ഈ ചേമ്പ് വെച്ച് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം ഇട്ടേക്കാം. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്ക്. ഈ ചേമ്പിന് അങ്ങനെ ചൊറിച്ചിലൊന്നും ഉള്ള തരം ചേമ്പല്ല കണ്ടിച്ചേമ്പ് എന്ന് പറയണത്.
വെളുത്തേമ്പൊക്കെയാണ്, ചെറിയ ചേമ്പൊക്കെ ആണെങ്കിൽ അതിന് ചെറിയൊരു ചൊറിച്ചിലും ഒരു വഴുവഴുപ്പിലും ഉണ്ടാകും. ഈ ചേമ്പ് നല്ല എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന പറമ്പ് ഏത് കാലാവസ്ഥയിലും ഇത് നല്ലതുപോലെ ഉണ്ടായിക്കോളും. നമ്മുടെ കാച്ചിലും ചേമ്പും ഇവിടെ നുറുക്കി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇനി പൊടികളും അങ്ങനെയുള്ളതൊക്കെയാണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെയാണ്. അത് ഓരോന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഈ ചേമ്പും കാച്ചിലും ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. ചേമ്പിനെ മാറ്റി വയ്ക്കാം. ചേമ്പ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കിത് ഇവിടെ കലം വയ്ക്കാം. നമ്മൾ ചേമ്പും കാച്ചിലും ഒക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കാച്ചിലിനും ചെറിയൊരു വഴുവഴുപ്പുണ്ടാകും. അതൊന്നും കുഴപ്പമില്ല, നല്ലതാണ്. ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് കാച്ചിൽ. കഷ്ണങ്ങളൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്തോളും. പിന്നെ പുഴുക്കെന്ന് പറയുമ്പോൾ അധികം ഇങ്ങനെ ലൂസായിട്ട് ഗ്രേവിയൊന്നും അങ്ങനെ ഒരുപാടുള്ള രീതിയിലല്ല. പുഴുക്കെന്ന് പറയുമ്പോൾ ചെറിയ കട്ടയായിട്ടിരിക്കുന്ന രൂപത്തിലാണ്. അപ്പം ഇത് ഇവിടെ വേവട്ടെ. ഇതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടാവും. അത്രയും തന്നെ ഉള്ളൂ. 1/4 ടീസ്പൂൺ തന്നെ ഉള്ളൂ മുളക് പൊടി. എരിവ് വളരെ കുറച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക്, തേങ്ങയുടെ ഒപ്പം കുരുമുളകും അരച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി വളരെ കുറച്ചാക്കിയത്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. പയർ വേവിച്ചപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം അത് കണക്കാക്കിയുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം. ഇത് ഞാൻ നേരത്തെ ഒരു മുറി തേങ്ങ കാണിച്ചു തന്നല്ലോ, ആ തേങ്ങയാണിത്. അപ്പോൾ ഇതൊന്ന് കല്ലിൽ വെച്ച് ഒന്ന് മിക്സിയിലിട്ട് മതി ഒന്ന് അരച്ചെടുക്കാം. കല്ലിൽ വെച്ച് ഒതുക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ ഒന്ന് ഒതുക്കി എടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും അരഞ്ഞ് കിട്ടേണ്ട കാര്യമില്ല. അവിയൽ പാകം എന്നൊക്കെ പറയില്ലേ, ആ പാകത്തിന്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക്, ഇത് ഒരു ടീസ്പൂൺ കുരുമുളക് ഉണ്ടാവും. ഇതിൻ്റെ എരിവാണ് പുഴുക്കിന് ഞാനിവിടെ എടുക്കുന്നത്. ഈ കുരുമുളകിൻ്റെ എരിവ്. മുളക് പൊടി അതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2-3 ചുള വെളുത്തുള്ളിയും കൂടെ വേണം. ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കാൻ മറന്നുപോയതാണ്. അതും കൂടെ ഒന്നിച്ചൊന്ന് അരച്ചെടുക്കാം. ഈ തേങ്ങയുടെ കൂടെ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അരഞ്ഞു വരാൻ സാധ്യതയില്ല. അത് ജസ്റ്റ് ഒന്ന് നുറുങ്ങി കിട്ടിയാൽ മതി, അരയണമെന്നൊന്നുമില്ല. അപ്പോൾ അത് വേണമെങ്കിൽ വേറെ ഒന്ന് ചതച്ചെടുത്താലും മതിയാവും. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഒരു മുറി തേങ്ങയാണ് ഇതിലേക്ക് ഞാനെടുത്ത് അരച്ച് വച്ചേക്കണത്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ അത് നോക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, 4 തിള തിളച്ചപ്പോഴത്തേക്കും കാച്ചിലും ചേമ്പും ഒക്കെ നല്ല ഇതായിട്ട് വെന്ത് വന്നു. ഇനി നമുക്ക് വേവിച്ച് വെച്ച ആ പയർ ഇതിലേക്ക് ചേർക്കാം. പയറും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ പയറിട്ട് കൊടുക്കാം. നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പുഴുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പുഴുക്ക് റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പുഴുക്കാണ് കാച്ചിൽ പുഴുക്ക്. വേവാൻ അധികം സമയമൊന്നും വേണ്ട. കഴിക്കാനാണെങ്കിലും നല്ലത് തന്നെയാണ്, ശരീരത്തിനും നല്ലതാണ്.
അപ്പോൾ ഇതിലിത്തിരി വെള്ളം കൂടുതൽ പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നല്ല കട്ടയായിട്ടിരിക്കും. നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുഴുക്ക് താളിക്കണം എന്നുണ്ടെങ്കിൽ താളിക്കാം. അല്ല ഇപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വേണം, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് അടുപ്പത്തുനിന്ന് വാങ്ങാനായിട്ട്. വാങ്ങി വെച്ചിട്ട് ഒഴിച്ചാലും മതി. അപ്പം ഞാനിവിടെ താളിക്കണുണ്ട്. അപ്പോൾ അന്നേരത്താണ് നമുക്ക് താളിക്കുമ്പോഴാണ് തേങ്ങയൊക്കെ വറുത്തിടേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വയ്ക്കാം. ഞാനിവിടെ താളിക്കണുണ്ട്. അപ്പോൾ ഇനി ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പുഴുക്കിനെ ഒന്ന് താളിക്കാം. അതിന് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. താളിക്കണില്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി താളിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ അതായാലും അതിട്ടാൽ മതി. ഇതിപ്പോൾ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഇവിടെ ഉള്ളത്, പരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതാണ് ഇടുന്നത്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഉണക്കമുളക്, ഇനി ഞാൻ പറഞ്ഞില്ല എടുത്ത് വെച്ചിരുന്ന ഒരു 2 സ്പൂൺ തേങ്ങ, ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുകയായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണുണ്ട്. ഇനി വേപ്പില ഇതും കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇത് ഈ തേങ്ങ ഒന്ന് ബ്രൗൺ നിറത്തിലായി കഴിയുമ്പോൾ നമുക്ക് പുഴുക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കാലത്ത് നമ്മൾ മലയാളികളുടെ ഒരു പ്രധാന ഭക്ഷണം കഞ്ഞിയും പുഴുക്കും ഒക്കെ ആയിരുന്നു. ഈ പുഴുക്കൊക്കെ നമ്മളിൽ നിന്ന് അകന്ന സമയത്താണ് നമ്മൾക്ക് ഇപ്പോൾ നമ്മളിലേക്ക് പുതിയതായിട്ട് വന്നേക്കണ ഒരു ഓരോരോ മഹാരോഗങ്ങളും ഒക്കെ പുഴുക്കൊക്കെ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയി എന്നുള്ളത് ഒരു പ്രധാന കാരണം തന്നെയാണ്. വല്ലപ്പോഴെങ്കിലും ഇതുപോലുള്ള ഒരു പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ നല്ലതാണ്. തേങ്ങ നല്ല ബ്രൗൺ നിറത്തിലായതുകൊണ്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് പുഴുക്കിലേക്ക് ഒഴിക്കാം. പുഴുക്കിൻ്റെ കൂടെ അച്ചാറുകൾ എന്തെങ്കിലും കൂട്ടി കഴിക്കാം. അതൊക്കെ അങ്ങനെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.